എന്താടാ എന്താടാ വർക്കി? എന്താടാ വർക്കി? എന്താടാ കാര്യം? പോയി കുട്ടിച്ചായ, പോയി. ഈ വീട്ടിലെ രാജകുമാരി പോയി. എന്താടാ വർക്കി നീ പറയുന്നേ? അമ്മച്ചി, അവള് വേറെ ആരുടെ കൂടെ പോയിരുന്നെങ്കിലും ഞാൻ സഹിച്ചേനെ. ഇതെനിക്ക് സഹിക്കാൻ പറ്റണില്ല അമ്മച്ചി. യോച്ചായ സമ്മതിച്ചില്ലല്ലോ. അന്ന് ഞാൻ അവന്റെ കൈയും കാലും തല്ലി ഓടിക്കാൻ പോയതല്ലേ, സമ്മതിച്ചില്ലല്ലോ യോച്ചായ. പറയുന്നത് തുറന്ന് പറയണം. ആ സുധി എന്ന് പറയുന്ന നാറിയുടെ മാറിൽ ചാരിയെന്ന് എന്നോട് അവള് പറഞ്ഞു. അവൾ അവന്റെ നടന്ന് അവര് തമ്മിൽ ഇഷ്ടമാണെന്ന്. ആരെ? നമ്മുടെ മിനിയോ? ഇനി വരില്ല അവൾ ഈ വീട്ടില്. അവന്റെ കൂടെ ഉറങ്ങും അവളിന്ന്. എന്തിനാടാ തടിമാനന്മാരെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? പോയത് പോയില്ലേ, പോട്ടെ. എന്റെ അമ്മക്കൾ ഒരുത്തനും വിഷമിച്ചു പോരുത്. നിങ്ങളൊക്കെ അവളെ വേണ്ടതിൽ കൂടുതൽ സ്നേഹിച്ചിരുന്നു ഈ അമ്മച്ചിക്ക് അറിയാടാ, ഈ അമ്മച്ചിക്ക് ഉറപ്പാടാ. എറിയാൻ അവിടെ സാധനങ്ങളൊക്കെ എടുത്ത് എറിയാൻ, എടാ പുറത്തെടുത്ത് എറിയാൻ. വീട്ടിലെ വിളക്കണതാ. അവള് പോയത് പോട്ടെ, പക്ഷെ അവളെ ഇറക്കിക്കൊണ്ട് പോയവരുണ്ടല്ലോ, അവന്റെ ശരീരം ഇതുപോലെ വെട്ടി നുറുക്കി കത്തിക്കണ്ടേടാ ഈ ചായന്മാര്. കത്തിക്കണം. എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാ. അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വരുന്നു. നിന്നെ വെട്ടിക്കുറുക്കി കൊന്നാലും അവരുടെ കല തീരില്ല. അവരും എത്തും മുമ്പ് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാ പ്ലീസ്. എടാ എങ്ങോട്ടെങ്കിലും പോകാൻ. ഇല്ല, അവര് വരട്ടെ, ഞാൻ പറഞ്ഞോളാം. പേടിച്ചോടാണെന്ന് എന്നെ കിട്ടില്ല. ഞാൻ സമ്മതിക്കില്ല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്. ശരിയാ സുധി, നീ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്. വാസുദി, നമുക്ക് പോകാം. മിനി വരാനാ പറഞ്ഞത്. എന്തിനാ എന്നെ തല്ലുന്നേ? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എന്തായി? കണ്ടില്ല. പറഞ്ഞേടാ, അവരെവിടെ? പറ. എവിടാണെന്ന് എനിക്ക് എങ്ങനെ അറിയാം? ആ വഴിക്ക് എങ്ങാണ്ടാ ഓടിയത്? ആ സുധേഷ് കുമാർ എന്ന് പറയുന്ന ഒരു വീടല്ലേ ഇത്? ആ മക്കളെ കാലത്തീറ്റ കൊടുത്തു വളർത്തുന്ന തന്തയും തള്ളയും ഒന്ന് കണ്ടിട്ട് പോകാമെന്നതാ. മോന് പ്രേമക്കൊതി കൂടുതലാണല്ലേ, എവിടുന്നെങ്കിലും 5-6 പെമ്പിള്ളേരെ കൊണ്ട് കെട്ടി നിർത്തി കൊടുക്കണോ? ഒന്ന് തീർക്കട്ടെ. നിങ്ങൾ ഇതുവരെ കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. മോളെ പോലെ താഴെ വെക്കാതെ വളർത്തിയെടുത്ത് ഞങ്ങളുടെ പൊന്നനിയത്തിയെ തട്ടിക്കൊണ്ടുപോയി നിങ്ങൾ വളർത്തി വിട്ടിയ പട്ടി. പുറകെ നടന്ന് മയക്കിയെടുത്തിട്ട് ഇപ്പൊ അവളെ കൂടെ ഒളിച്ചോടിയിരിക്കുന്നു അവൻ. വേണ്ട, ഞങ്ങൾക്കില്ലേ അവളെ വേണ്ട, അവള് ചത്തുപോയി. പക്ഷെ അവനുണ്ടല്ലോ നിങ്ങളുടെ മോൻ, അവൻ എവിടെ പോയി ഒളിച്ചാലും വിടില്ല. വെട്ടി നുറുക്കി കൊല്ലും ഞങ്ങള്. അത് തന്തയുടെ മുമ്പ് വെച്ചായാലും തള്ളയുടെ മുമ്പ് വെച്ചായാലും ചെയ്തിരിക്കും. കരുതിയിരുന്നോ? പാടാ. എന്താ ഇത്? പോകാം,
നമുക്ക് എവിടെയെങ്കിലും പോയി ഒന്ന് അന്വേഷിക്കാം അവനെ. എന്തിനാ പറഞ്ഞ കേട്ടില്ലേ? പെണ്ണിനെ കൊണ്ട് ഒളിച്ചോടിയെന്ന്. അങ്ങനെയുള്ളവനെ എവിടെ പോയി അന്വേഷിക്കാനാ? എന്തിനന്വേഷിക്കാൻ? കറങ്ങി തിരിഞ്ഞു വരും, അന്നേരം ആലോചിക്കാം. നോക്ക്, അവരെന്തെങ്കിലും ചെയ്ത് കളയും നമ്മുടെ സുധിയെ. ചെയ്തോട്ടെ. അവര് പറഞ്ഞ പോലൊക്കെ അവൻ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലേ അവനത് വേണം. അതിനെന്താ? നീ എന്തിനാ വിഷമിക്കുന്നേ? വിഷമിക്കേണ്ടത് ഞാനല്ലേ തെറ്റ് ചെയ്തത്. മോനെ പോലെ വളർത്തിയില്ല, കൂട്ടുകാരനെ പോലെ വളർത്തി. അതിന്റെ ശിക്ഷ. ആ വന്നവന്മാരുടെ ഭാഷ കേട്ടല്ലോ, അപ്പൊ മനസ്സിലായി കാണുമല്ലോ ആ അവള് എങ്ങനത്തവളായിരിക്കുമെന്ന്. എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ എന്റെ സുധി ചന്ദ്രിക തന്നെ പറ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അതുപോലെ ചെയ്യും. എടാ സുധി, ഈ നാട്ടിൽ നീ ഒരു നിമിഷം കൂടി നിന്ന് പോരുത്. കണ്ണി കണ്ടവരൊക്കെ തല്ലി കലി പിടിച്ച് നടക്കുക. അവര് ഉടനെ എങ്ങോട്ടെങ്കിലും പോണം, അല്ലെങ്കിൽ അവർ നിന്നെ തല്ലിക്കൊല്ലുന്നത് ഞങ്ങൾ കണ്ടു നിൽക്കേണ്ടി വരും. നിങ്ങൾ ഒരുമിച്ച് നടക്കുന്ന കാണാൻ ഒരു ഐശ്വര്യമായിരുന്നു. പക്ഷെ ഇപ്പൊ അതിന് നിന്റെ ചോരയുടെ മണം വരുന്നടാ. അതുകൊണ്ട് ഈ ബന്ധം ഞങ്ങൾ പോവടാ എന്റെ വീട്ടിലേക്ക്, എന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക്. ഒരു ചോരയുടെ മണം അവിടെ വരില്ല. എങ്കിൽ ഉടൻ പുറപ്പെടടാ സുധി. പോകാ സുധി, എല്ലാം പിന്നെ ശരിയായിക്കോളും. വാടാ വാ. ആ ബൈക്ക് അവിടെ വെച്ച് നീ കാറിലോട്ട് കയറ. വാമിനി, നീ മാത്രം കയറിയാ മതി. അച്ഛാ മിനി. മനസ്സിലായി, അതുകൊണ്ടാ നീ മാത്രം കയറിയാ മതി എന്ന് പറഞ്ഞ. ഇല്ല അച്ഛാ, മിനി ഇല്ലാതെ അവളില്ലാതെ ഞാൻ വരില്ല. നിനക്കൊരു പെണ്ണു വന്ന് കാണാൻ വേണ്ടി കാണിക്കുകയും വഴിപാട് വിട്ട് അമ്പലത്തിൽ നിന്നും പൂജാമുറിയിൽ നിന്നും ഇറങ്ങാതെ ഉറക്കളച്ചിരിക്കുന്ന ഒരുത്തി ഉണ്ട് ആ വീട്ടില്. നിനക്കറിയാലോ, ഇത്രയും കാലത്തിനിടയ്ക്ക് അവിടെ മനസ്സ് ഒരിക്കൽ പോലും ഞാൻ വേദനിപ്പിച്ചിട്ടില്ല. നീയായിട്ട് ആ വേദന കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവള് കാത്തിരിക്കുന്നത് ലക്ഷ്മി പോലൊരു പെണ്ണിനെയാ, ഇവളെയല്ല. അച്ഛന്റെ അടുത്ത് ഞാൻ കെഞ്ചി യാചിക്കാം, മിനി ഇല്ലാതെ ഞാൻ വരില്ല. കൊണ്ടുപോകൂടാ നിന്നെ. ഇവളെ കൊണ്ടുപോയി അവിടെ ചേട്ടന്മാരുടെ മുമ്പിൽ എറിഞ്ഞു കൊടുക്ക്. തൊട്ടുപോരുത് എന്റെ പെണ്ണിനെ. കൊണ്ടുപോകാൻ വേണ്ട സുധി, അച്ഛനുമായിട്ട് വഴക്ക് വേണ്ട. ഞാൻ പോയേക്കാം. നിർത്തടാ, നിർത്താൻ. നീ കാറെ കയറുന്നുണ്ടോ? അമ്മയെ കാണിക്കാനായി ഞാൻ കൊണ്ടുവരുന്ന എന്റെ പെണ്ണാ ഇവള്. ഇവളില്ലാതെ ഞാൻ വരില്ല. ഇവളില്ലാതെ നീ വരും. നിന്റെ അമ്മയോട് ഇരിത്തി സ്നേഹം ഉണ്ടെങ്കിൽ, നീ ആ അമ്മയുടെ വയറ്റിൽ തന്നെ ജനിച്ചതാണെങ്കിൽ ഇവളെ ഇവിടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഇന്ന് വൈകുന്നേരം നീ വരും. ഇല്ലെങ്കിൽ ഇവിടെ ആങ്ങളമാര് നിന്റെ കഴുത്തറത്ത് എന്റെ മുമ്പിൽ കൊണ്ടിട്ടാലും ഈ കണ്ണിന്ന് ഒരു ഇറ്റി കണ്ണീര് വീടില്ല. നീ നോക്കോ. വന്നേക്കണേടാ പൊന്നുമോനെ. സുധി, ഇനി നിങ്ങൾ എങ്ങോട്ട് പോകും? പറയടാ, ഇനി എങ്ങോട്ട് പോകും? ആ അച്ഛന്റെ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെ നിനക്ക് 1000 നാക്കായിരുന്നല്ലോ. അങ്ങനെ ഇതൊക്കെ കാട്ടിക്കൂട്ടിയപ്പോ കണ്ടടാ സ്നേഹത്തിന്റെ മാറ്റ്. മിനിയും പറഞ്ഞല്ലോ ഒരുപാട് വീട്ടുകാരുടെ സ്നേഹത്തെ കുറിച്ച്. ഇന്നലെ രാത്രി ഞങ്ങൾ കണ്ടു, അറിഞ്ഞു ആ സ്നേഹം. നിങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന സ്നേഹം എന്തുവാ ഒന്ന് പറഞ്ഞതാ. ഇങ്ങനെ അന്തിച്ച് നിൽക്കാതെ വാട എന്റെ വീട്ടിലേക്ക്. ഞാൻ കാണിച്ചില്ല സ്നേഹം എന്താണെന്ന്. വലിയ ബംഗ്ലാവൊന്നുമില്ല, ഒരു കുടില. എന്റെ അപ്പൻ ഒരു മുക്കുവനാടാ.
പക്ഷെ ആ നെഞ്ചത്ത് നേരും നെറിയുണ്ട്, കടൽ പോലെ കിടക്കുന്ന സ്നേഹമുണ്ട്. ഒരുത്തനും തൊടില്ല നിങ്ങൾ അവിടെ. നിങ്ങളെ ഞാൻ കൊണ്ടുപോകും, എന്റെ അപ്പന്റെ അടുത്തേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകും. പാടാ. നെഞ്ചത്തു നേരുണ്ട്, സ്നേഹത്തിനുറവുണ്ട്, കനിയുന്ന കരളുണ്ട് കടലമ്മയ്ക്ക്. മീനുണ്ട്, മുത്തുണ്ട്, ഊണാരപ്പുറ്റുണ്ട്, ചുണ്ടത്ത് പാട്ടുണ്ട് കടലമ്മയ്ക്ക്. വെണ്ണില കടപ്പുറത്ത് വെൺമണൽ ചിരിപ്പുറത്ത് വെള്ളിയോടം കേറി വരും പൊന്ന്. പൊന്നുമായി വന്നിറങ്ങും മാരനോ നിൻ കഴുത്തിൽ കണ്ണെറിഞ്ഞു ചാത്തുമല്ലോ മിന്ന്. ചിങ്ങവും വന്നേ കന്നിയും വന്നേ, അന്നനടത്തോണിയേറി മുത്തിനു പോ, പുന്നാരത്തോണിയേറിപ്പോ. വെണ്ണില കടപ്പുറത്ത് വെൺമണൽ ചിരിപ്പുറത്ത് വെള്ളിയോടം കേറി വരും. വളക്കൈപാടും പെണ്ണാളുണ്ടോ, കിളിച്ചിന്താടും കണ്ണാളുണ്ടോ. വളക്കൈപാടും പെണ്ണാളുണ്ടോ, കിളിച്ചിന്താടും കണ്ണാളുണ്ടോ. കളിപ്പൊന്നാവും പൂമീനുണ്ടേ, നിനക്കെന്നാളും കാണാനുണ്ടേ. കളിപ്പൊന്നാവും പൂമീനുണ്ടേ, നിനക്കെന്നാളും കാണാനുണ്ടേ. കാടെല്ലാം പൂവിരിക്കും, കാറ്റെല്ലാം പായ് നിവർത്തും, കനകനിലാവിൻ കൂട്ടിലുറങ്ങാൻ വായോ. നീയെല്ലാം കുളിരണിയുമ്പോൾ, കൈയെല്ലാം തളിരണിയുമ്പോൾ, കൈമുല്ലക്കൊടിയുടെ കടലിൽ വായോ. നീ എന്നിൽ പുതുമഴ പെയ്യാൻ വായോ, നീരാടി തോർത്തിയുറങ്ങാൻ വായോ വായോ വായോ. ഏഴാം തീരത്ത് മീനോടും നേരത്ത് ആരാരൻ ചാരത്ത് നീരാടുന്നു. ഓരോരോ കാലത്ത് പൂമാനം പൂക്കുമ്പം ഏനന്റെ മാറത്ത് തേരോടുന്നു. പഴി കേട്ടാലും പൊള്ളുന്നുണ്ടേ, പിഴ ചെയ്താലും പോറ്റുന്നുണ്ടേ. കടലമ്മയ്ക്കും കണ്ണീരുണ്ടേ, കലി കൊണ്ടാലും കനിയുന്നുണ്ടേ. പഴി കേട്ടാലും പൊള്ളുന്നുണ്ടേ, പിഴ ചെയ്താലും പോറ്റുന്നുണ്ടേ. കടലമ്മയ്ക്കും കണ്ണീരുണ്ടേ, കലി കൊണ്ടാലും കനിയുന്നുണ്ടേ. കാണാത്തൊരു കനിവും തേടി, ദൂരത്തൊരു തണലും തേടി, ഈ നാടിനു ദീപവുമായി ഈറൻമിഴിയോരവുമായി വന്നല്ലോ നമ്മുടെ മുന്നിൽ കടലമ്മ. വഴിനീളിൽ പൊന്നു വിരിക്കാൻ വായോ വായോ വായോ. ഏഴാം കടലും പാലാഴിക്കടവും ഓടോടി തിരയും നീടൂഴി വാഴും മാനത്തെ അരയൻ വാഴുന്ന കുടിലും മാണിക്യത്തിരയും നീടൂഴി വാഴും. വെണ്ണില കടപ്പുറത്ത് വെൺമണൽ ചിരിപ്പുറത്ത് വെള്ളിയോടം കേറി വരും പൊന്ന്. പൊന്നുമായി വന്നിറങ്ങും മാരനോ നിൻ കഴുത്തിൽ കണ്ണെറിഞ്ഞു ചാത്തുമല്ലോ നിന്ന്. ചിങ്ങവും വന്നേ കന്നിയും വന്നേ, അന്നനടത്തോണിയേറി മുത്തിനു പോ, പുന്നാരത്തോണിയേറിപ്പോ. അപ്പ ഒന്ന് എഴുന്നേറ്റ്.
ഇനിയെങ്കിലും ഞാൻ പറയണമെന്ന് കേൾക്ക്. അല്ല ഇതാര്? എന്റെ മോ ചിപ്പായി. നീ എപ്പോ വന്നു? ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ. ഇങ്ങനെ കിറങ്ങിയിരുന്ന കാണയില്ല കേക്കയില്ല. എന്റെ കൂട്ടുകാർ വന്നേക്കണം, അപ്പം വന്നേ. എന്റെ മോന്റെ കൂട്ടുകാരാ? അവരെവിടെ? ഞാൻ കണ്ടില്ലല്ലോ. മോൾ അവരെവിടെ? എടാ ചിപ്പായി, നിന്റെ കൂട്ടുകാരനെ കണ്ടിട്ട് ഒരു പെണ്ണിനെ പോലെ ഇരിപ്പുണ്ടല്ലോ. പെണ്ണിനെ പോലെയല്ല, പെണ്ണാ. പെണ്ണാ? പെണ്ണാ. അപ്പ ഇത് എന്റെ കൂട്ടുകാരൻ സുധി. ഇതവൻ കെട്ടാൻ പോണ പെണ്ണ് മിനി. അപ്പൊ കെട്ടിയിട്ടില്ല? ഇല്ല. എടാ ചിപ്പായി, നല്ല ചേർച്ചയുണ്ടല്ലോ. പിന്നെ എന്താടാ ഇവര് കെട്ടാത്തെ? എന്റെ അപ്പ അതാ ഞാൻ പറഞ്ഞത്, അവര് കെട്ടാൻ പോണേ ഉള്ളൂ. എടാ കുട്ടപ്പ അന്തപ്പ, ദേ കെട്ടാൻ പോണ പെണ്ണും ചക്കനാ. നല്ല തങ്കപ്പെട്ട പയ്യൻ, തങ്കപ്പെട്ട കുട്ടി. കൊടുക്കാവോ ഓരോ കുപ്പികള്? വേണ്ട, ഇവരൊന്നും കുടിക്കുന്ന സ്വഭാവക്കാരല്ല ചെല്ലപ്പൻ ചേട്ടാ. ദേ ചിപ്പായി, ചെല്ലപ്പൻ ചേട്ടനോടെന്തോ സങ്കടം പറയാൻ വന്നതാ. എടാ മോനെ ചിപ്പായി, എന്താടാ മോനെ നിന്റെ സങ്കടം? പറയടാ. നിക്ക്. എന്റെ മോന്റെ സങ്കടം കേൾക്കുന്നതിന് മുമ്പ് എനിക്ക് ആരെങ്കിലും ഒരു ഗ്ലാസ് മോര് താടാ. എന്റെ ഈ കെട്ടൊന്ന് ഇറങ്ങട്ടെ. കുടിക്കണം. നിന്റെ അപ്പന്റെ കെട്ട് വിട്ടുകൊണ്ടിരിക്കുക. ഇനി പറഞ്ഞോ, എന്താ നിന്റെ സങ്കടം? അപ്പാ, ഈ ശ്രുതിക്ക് ജീവനാ മിനിയെ, മിനിക്ക് സ്തുതിയെയും. പക്ഷെ ഇവര് ചേരാൻ സമ്മതിക്കല്ല രണ്ട് വീട്ടുകാരും. അവരിവരെ ആട്ടി ഇറക്കിയതുപോലെയാ. ഇപ്പൊ ഇവർക്ക് പോകാനൊരു ഇടമില്ല, കിടക്കാനൊരു വീടില്ല, നോക്കാൻ ആൾക്കാരുമില്ല. അതുകൊണ്ടാണ് അപ്പൊ ഞാൻ അവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇതാ നിന്റെ സങ്കടം? എടാ, നീ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഇന്നു മുതൽ ഈ കടപ്പുറം ഇവരുടെയും കൂടെയാ. ഇവിടുത്തെ ഏത് വീടും ഇവരുടെ വീടാ. ഇവിടുത്തെ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കൈയും മനസ്സുണ്ടാ ഇവരെ നോക്കാൻ. ഓ, ഇവന്റെ ഒരു സങ്കടം. ചുമ്മാ എന്നെ കൊണ്ട് മോര് കുടിപ്പിച്ചു. എടാ അന്തപ്പാ, ഒരു കുപ്പി കണ്ണു കൊണ്ടുപോടാ. ഈ മോരിന്റെ കെട്ട് ഞാനൊന്ന് ഇറക്കട്ടെ. അതല്ലപ്പാ, ഇവനെ കഷ്ണം കഷ്ടമായി വെട്ടിനുറുക്കാൻ നടക്കാണ് മിനിയുടെ 3 ആങ്ങളമാര്. അവരുടെ കൂടെ വേറെ ആൾക്കാരും ഉണ്ട്. അവരിന്നലെ എന്നെ തല്ലി, ഈ രാധുവിനെ തല്ലി. ഇവനെ കൈ കിട്ടിക്ക് കൊന്നേനെ. അവരിവിടെയും വരും, ഉറപ്പാ. ഇവിടത്തെ കുടിലുകളിൽ കിടക്കാൻ നിങ്ങൾക്ക് നാണക്കേടൊന്നുമില്ലല്ലോ? ഇല്ല. എന്നാ നിങ്ങൾ വിഷമിക്കണ്ട. ഈ ചെത്തി കടപ്പുറത്ത് നിന്നും നിങ്ങൾ ഒരുത്തിനും പിടിച്ചോണ്ട് പോവില്ല ഒരു കാലവും. പക്ഷേ ഇവനെന്നും ഇവളെ നോക്കിക്കൊള്ളാമെന്നും ഇവളെന്നും ഇവനെ നോക്കിക്കൊള്ളാമെന്നും ഒരു ഉറപ്പ് വേണം എനിക്ക്. അല്ലെങ്കിൽ ഈ അരയൻ ചെല്ലപ്പം നാണം കിട്ടുപോകും. ഞങ്ങൾ എന്നും ഒന്നായിരിക്കും. ഒരിക്കലും പിരിയില്ല. എങ്കിൽ ഇന്നു മുതൽ ഇവർ ഈ ചെത്തി കടപ്പുറത്തിന്റെ മക്കളാ.